ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് രുചികരമായ ഒരു എഗ് ബൈറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എഗ് ബൈറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഈ സവാള ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ക്യാബേജാണ് ചേർക്കുന്നത്. ഒരു 1/4 കപ്പ് ക്യാബേജ് ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇനി ഈ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഇതിൽ പച്ചമുളക് ചേർക്കുമ്പോൾ അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് പച്ചമുളക് കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ വെജിറ്റബിൾസൊക്കെ വഴറ്റി എഗ്ഗിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അത് രുചിയോടുകൂടി കഴിച്ചോളും. വെജിറ്റബിൾ കറികളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് സ്നാക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. ഇത് നമ്മൾ കുട്ടികൾക്കായിട്ട് തയ്യാറാക്കുമ്പോൾ എരിവ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നാലും മുതിർന്നവർക്ക് തയ്യാറാക്കുമ്പോൾ നല്ല എരിവ് ചേർത്ത് തന്നെ തയ്യാറാക്കുക, അതാവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട എഗ്ഗും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മുട്ട ഉടച്ചൊഴിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 5 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. മുട്ടയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്താൽ മതി. അപ്പോൾ മുട്ട ഞാൻ ബൗളിലേക്ക് ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 1 സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. വെജിറ്റബിൾസൊക്കെ തണുക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട ചിലപ്പോൾ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസൊക്കെ തണുത്തതിന് ശേഷം മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഞാൻ ഒരു ഉണ്ണിയപ്പച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ഓരോ തവണ ഒഴിച്ചു കൊടുക്കുമ്പോഴും തവി കൊണ്ട് അത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം. സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. കാണാനും കഴിക്കാനും ഒക്കെ നല്ല രുചികരമായ ഒരു സ്നാക്കാണിത്. ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുക. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഒരു സൈഡ് റെഡിയായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും റെഡിയാക്കി എടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്